നമ്മൾ കാത്തിരുന്ന ഡി ഡേ നാളെയാണ്. സംസ്ഥാനം നാളെ പോളിംഗ് ബൂത്തിലേക്ക് വിധി എഴുതാൻ നടന്നു നീങ്ങും. നിശബ്ദ പ്രചാരണ ദിവസമായി ഇന്ന് പരമാവധി വോട്ടേഴ്സിനെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനാണ് ഓരോ സ്ഥാനാർത്ഥിയുടെയും ലക്ഷ്യവും ശ്രമവും. ഇന്ന് രാവിലെ മുതൽ വോട്ടെണ്ണൽ സാമഗ്രികൾ വിതരണം ചെയ്യും. അതാത് കേന്ദ്രങ്ങളിൽ 6 ജില്ലകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. നമ്മൾക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കും, കൊച്ചിയിൽ നിന്ന് ശ്രീകാന്തും, കോഴിക്കോട് നിന്ന് ദീപക് തറമുടവും ചേരും. ആദ്യം സലീം മാലിക്കിലേക്ക് പോകും. ഗുഡ് മോർണിംഗ് സലീം മാലിക്. സലീം, തിരുവനന്തപുരത്ത് നിന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. തലസ്ഥാനത്ത് നിന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതൊരു സംഭവബഹുലമായ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലയളവിനൊടുവിലാണ് ഇപ്പോൾ കേരളം വിധി എഴുതാനായി പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലയളവിനിടയിൽ അതൊരു സാധാരണഗതിയിലുള്ള തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്കുള്ള ഒരു വലിയ കാലയളവ് പ്രചരണ സമയമായി കിട്ടി. അത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ അവരുടെ ആരോഗ്യത്തെയൊക്കെ ബാധിക്കുന്ന നിലയിലേക്കായി. കാര്യം കൊടും ചൂടായിരുന്നു. ആ ചൂടിനെ പോലും വകവയ്ക്കാതെയാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും, പലരും പ്രായമായവരൊക്കെ ഉണ്ട്, 50 വയസ്സിന് മുകളിലുള്ള നിരവധി സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്. അവരെല്ലാവരും ഈ കൊടും ചൂടിനെയൊക്കെ അവഗണിച്ചാണ് ഈ ദീർഘമായ കാലയളവ് പ്രചരണം നടത്തിയത്. ആ പ്രചരണ കാലയളവിൽ 1ന് 10 ആരോപണങ്ങളും 10ന് 100 പ്രത്യാരോപണങ്ങളും ഒക്കെ കണ്ടതാണ്. അങ്ങനെ ഈ ആരോപണങ്ങളെയും ഓരോ വിഷയങ്ങളെയും ഒക്കെ കുത്തൊഴുക്കായിരുന്നു ഈ സമയങ്ങളിൽ നമ്മൾ കണ്ടത്. വലിയ നിലയിലുള്ള ഒരു പ്രചരണം, കാടിളക്കിയുള്ള പ്രചരണം എല്ലാം ഇന്നലെ അവസാനിക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കേരളത്തിൽ നിന്ന് ചില വിഷയങ്ങളുണ്ട്. അതിലൊന്ന് മാസപ്പടി വിവാദമാണ്. അതുപോലെ തന്നെ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസ്ഥാനത്ത് സജീവ ചർച്ചയായി. മാത്രമല്ല ഓരോ മണ്ഡലങ്ങളിലും വ്യക്തിഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും മറ്റ് പ്രാദേശിക വിഷയങ്ങളും ഒക്കെ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് കാലയളവാണ് കണ്ടത്. ഇതിൽ LDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണായുധമായിരുന്നു പൗരത്വ ഭേദഗതി നിയമം. പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിന്റെ നിലപാടിന് വ്യക്തതയില്ല എന്നുള്ളതായിരുന്നു LDFന്റെ പ്രധാനപ്പെട്ട ആരോപണം. അതുകൊണ്ട് തന്നെ ആ വിഷയം പരമാവധി ഏറ്റവും അവസാനം വരെ കത്തിച്ചു നിർത്താനും LDFനായി. മാത്രമല്ല LDF UDFനെതിരെ പ്രധാനമായി ഉന്നയിച്ച മറ്റൊരു ആരോപണം, അത് ഏറ്റവും ഈ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ BJPയിലേക്ക് പോകുന്നു, BJPയിലേക്ക് നേതാക്കളുടെ കുത്തൊഴുക്കാണ് എന്നുള്ളതാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമായിരുന്നത് ലീഗിന്റെ കൊടി ഉപയോഗിക്കാൻ ഭയമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന നിലയിൽ പതാക പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ മുസ്ലിം ലീഗിന് വരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചായിരുന്നു കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയത്. UDFനാകട്ടെ LDFനെ പ്രതിരോധത്തിലാക്കാൻ വിവിധ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അത് ക്ഷേമ പെൻഷൻ മുടക്കമൊപ്പം നികുതി വർധനവ്, അത് കൂടാതെ തന്നെ മാസപ്പടി വിവാദം, അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ടായിരുന്നു. സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യതക്കുറവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും UDF ജനങ്ങൾക്ക് മുൻപിൽ കാര്യമായി ചർച്ചയാക്കി. അതിനെ പ്രതിരോധിക്കുന്നതിൽ LDF ഈ CAA മറ്റ് നിയമങ്ങളുടെയൊക്കെ അകമ്പടിയിലായിരുന്നു ആ വിഷയങ്ങൾ പ്രതിരോധിച്ചത്. അതേസമയം BJPയുടെ പ്രധാനപ്പെട്ട പ്രചരണം അത് അയോധ്യ വിഷയം മുൻനിർത്തിയായിരുന്നു. മാത്രമല്ല സംസ്ഥാനത്ത് നിങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും BJP മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു പ്രചരണാകം, വിജയിക്കുന്ന സ്ഥാനാർത്ഥി അത് BJP സ്ഥാനാർത്ഥിയാണെങ്കിൽ അത് കേന്ദ്രമന്ത്രിയാകുമെന്നതുൾപ്പെടെയുള്ള പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തു. പിന്നീട് പ്രാദേശികമായി വടകരയിലേതുൾപ്പെടെയുള്ള വിഷയങ്ങൾ പലതും വന്നു. അതിനൊടുവിലാണ് ഇന്ന് നിശബ്ദ പ്രചരണത്തിലും പരമാവധി മതമേലധ്യക്ഷന്മാരെയും മറ്റ് പ്രധാനപ്പെട്ട ആളുകളെയും നേരിൽ കണ്ട് സ്ഥാനാർത്ഥികൾ വോട്ടുറപ്പിക്കാനാണ് നീക്കം. ഓക്കെ, താങ്ക് യു സലീം മാലിക്. നമുക്കറിയാം എല്ലാ മണ്ഡലത്തിലും വാശിയേറിയ പോരാട്ടം തന്നെ നടക്കുകയാണ്. ഇന്ന് നിശബ്ദ പ്രചാരണം നടക്കുന്ന എല്ലാ മണ്ഡലത്തിലും വോട്ടേഴ്സിനെയൊക്കെ നേരിട്ട് കണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമം ഓരോ സ്ഥാനാർത്ഥിയും നടത്തുമെന്ന് നമുക്കറിയാം. അത് പതിവ് രീതിയാണ്. ഇത്തവണ മത്സരത്തിൻ്റെ കാഠിന്യം കൂടിയതുകൊണ്ട് കടുപ്പം കൂടും. അതോടൊപ്പം തന്നെ ഈ കാലാവസ്ഥയുടെ ചൂടും തീർച്ചയായിട്ടും വളരെ കൂടുതലാണ്. ചുട്ടു പൊള്ളുകയാണ് കേരളത്തിലെ പല സ്ഥലങ്ങളും. ഇനി എറണാകുളത്തേക്കാണ്. എറണാകുളം മണ്ഡലം നിങ്ങൾക്കറിയാം വാശിയേറിയ പോരാട്ടം നടക്കുന്ന സ്ഥലം തന്നെയാണ്. ശ്രീകാന്ത് നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ശ്രീകാന്ത്, പോരാട്ട വിശേഷങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SKN. സംസ്ഥാനത്ത് മധ്യ കേരളത്തിൽ നിരവധി മണ്ഡലങ്ങളുണ്ട്. വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളായി അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി പറയാനുള്ളത് തൃശ്ശൂരാണ്. അതായത് ത്രികോണ മത്സരം, അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന മധ്യ കേരളത്തിലെ ഒരു മണ്ഡലം അത് തൃശ്ശൂരാണ്. അവിടെ K മുരളീധരൻ, സിനിമാ സൂപ്പർ താരം സുരേഷ് ഗോപി, അതോടൊപ്പം തന്നെ അവിടെ VS സുനിൽകുമാർ, തൃശ്ശൂരുകാരൻ കൂടിയായ മുൻ മന്ത്രി കൂടിയായ VS സുനിൽകുമാറും മത്സരരംഗത്തിറങ്ങുന്നു എന്ന പ്രത്യേകതയുണ്ട്. ആ സീറ്റിലെ മത്സരത്തിൽ എത്രത്തോളം അവിടെ വോട്ട് പോൾ ചെയ്യപ്പെടും എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷാപൂർവ്വം ആളുകൾ കാത്തിരിക്കുന്നത്. ഇന്നലെ വലിയ രീതിയിൽ കൊട്ടിക്കലാശം അവിടെ നടക്കുകയും ചെയ്തു. രണ്ടാമത്തെ ഹോട്ട് മണ്ഡലം എന്ന് പറയുന്നത് അത് ആലത്തൂരാണ്. സിറ്റിംഗ് മന്ത്രി K രാധാകൃഷ്ണൻ അവിടെ മത്സരിക്കുന്നു. അദ്ദേഹത്തിന് എതിരായി രമ്യ ഹരിദാസ്, സിറ്റിംഗ് MP തന്നെ അവിടെ വന്നിട്ടുണ്ട്. BJPക്ക് വേണ്ടി TN സരസു അവിടെ മത്സരരംഗത്ത് ഇറങ്ങുകയും ചെയ്യുന്നു. അവിടെ CPM-നെ സംബന്ധിച്ച് അവരുടെ ഒരു നെടുങ്കോട്ട എന്നവർ വിശ്വസിക്കുന്ന സ്ഥലമാണ് ആലത്തൂർ.
പക്ഷേ അത് കൈമോശം വന്നു പോയി. അത് തിരിച്ചു പിടിക്കാനാണ് കെ രാധാകൃഷ്ണനെ പോലെ ഒരു വ്യക്തിയെ അവിടെ ഇറക്കുന്നതിന് കാരണമായത്. മൂന്നാമത്തെ ഹോട്ട് മണ്ഡലം മധ്യ കേരളത്തിൽ വരുന്നത് കോട്ടയമാണ്. കേരള കോൺഗ്രസുകൾ തമ്മിൽ പൊരിഞ്ഞ പോര് നടക്കുന്ന മണ്ഡലം എന്ന രീതിയിലാണ് അത് ശ്രദ്ധിക്കപ്പെടുന്നത്. തുഷാർ വെള്ളാപ്പള്ളി BDJ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിയും അവിടെ മത്സരരംഗത്തുണ്ട്. അവിടെയും ആര് ജയിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാലക്കാടുണ്ട്, എറണാകുളമുണ്ട്, ഇടുക്കിയുണ്ട്, ചാലക്കുടിയുണ്ട്, അങ്ങനെ മറ്റു മണ്ഡലങ്ങളെല്ലാം തന്നെ വളരെ സജീവമായ മണ്ഡലങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ ഈ വിധിയെഴുത്തിലേക്ക് പോകുന്നുണ്ട്. ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള കാര്യം പ്രവചനാതീതമാണ്. കാരണം ഇന്നലെ കണ്ട കൊട്ടിക്കലാശം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വലിയ ജനപങ്കാളിത്തം എല്ലാ മുന്നണികൾക്കും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കാത്തിരുന്ന് കാണേണ്ടി വരും. ഈ പോളിംഗ് ശതമാനം ഉയരുകയും താഴുകയും ചെയ്യുന്നത് അനുസരിച്ചാകും കൂട്ടലും കിഴിക്കലും ഒക്കെ നടക്കാൻ പോകുന്നത്. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. 14 സെന്ററുകളിൽ നിന്നും ഈ എറണാകുളം ജില്ലയിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം 8 മണിയോടുകൂടി ആരംഭിക്കും. നമുക്കിവിടെ മഹാരാജാസ് കോളേജിലും അതോടൊപ്പം തന്നെ ഗേൾസ് ഹൈ സ്കൂളിലും ഈ എറണാകുളത്തെ പ്രധാനപ്പെട്ട മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രി വിതരണം നടക്കുന്നുണ്ട്. 8 മണിക്ക് അത് ആരംഭിക്കും. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. ഇന്ന് 8 മണിക്ക് തന്നെ രാവിലെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ദീപക് ധർമ്മടം കൂടി ചേരുകയാണ് രാവിലെ മോർണിംഗ് ഷോയിൽ. ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം. യഥാർത്ഥത്തിൽ ഈ പോളിംഗ് സാമഗ്രികളൊക്കെ വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ, വിവരങ്ങൾ? ഓക്കെ, പറയൂ. SKN മലബാറിൽ പൊതുവെ തെരഞ്ഞെടുപ്പിന് വലിയ ആവേശവും ചൂടുമാണ്. കാരണം അത്രയും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു ജില്ലകളാണ് മലബാറിലുള്ളത്. മത്സരത്തിന് വലിയ വീറും വാശിയും ഉണ്ടാവും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഉപകരണങ്ങൾ, അതായത് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. ആദ്യം തന്നെ ഈ വിതരണം നിർവഹിക്കേണ്ട ഉദ്യോഗസ്ഥർ, ഏതാണ്ട് 105-ലേറെ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. അവരുടെ എൻട്രിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മറ്റ് പോളിംഗ് ഡ്യൂട്ടിയിലുള്ള പ്രിസൈഡിംഗ് ഓഫീസർമാർ പോളിംഗ് ഓഫീസർമാരും എല്ലാം എത്തും. അതിനു മുമ്പ് AROവിന്റെ നേതൃത്വത്തിൽ ഈ വോട്ടിംഗ് ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരുടെ വിന്യാസം നടക്കുകയാണ്. എന്താണ്, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ആണ്? അതെ, ഡ്യൂട്ടിയിലാണ്. സ്ട്രോങ് റൂമിന്റെ ചാർജാണ് ഇവിടെ ഉള്ളത്. സ്ട്രോങ് റൂമിന്റെ ചാർജുള്ള ആൾ കുറച്ച് സ്ട്രോങ് ആയി നിൽക്കണം. അതെ അതെ അതെ. പിന്നെ ടെൻഷൻ ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ടെൻഷൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. നേരത്തെ ചെയ്തിട്ടുണ്ട്. ഈ മറ്റൊന്ന്, നിങ്ങൾക്ക് നേരത്തെ വോട്ട് ചെയ്യാൻ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററിൽ പോകണം എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ തന്നെ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായി. അത് നിങ്ങളുടെ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടോ? ശരിക്കും അതെ, പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മൾ പോളിംഗ് ഓഫീസേഴ്സിന്റെ ട്രെയിനിങ് കൊടുത്ത് ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരുന്നു. മലബാർ ക്രിസ്ത്യൻ ഈ ബിൽഡിംഗിൽ നിന്നാണ് കൊടുത്തത്. ആ സമയത്ത് തന്നെ അവിടെ VFC ഉണ്ടായിരുന്നു, വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് മുന്നേ കളക്ടറേറ്റിലും ജില്ലാ പഞ്ചായത്തിലൊക്കെയാണ് അത് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇപ്പം അന്ന് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഇന്ന് ഇവിടുന്ന് വീണ്ടും ചെയ്യാൻ പറ്റും. പോളിംഗ് സൗകര്യമായി മാറി, വലിയൊരു സൗകര്യമായി മാറി. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വന്നിട്ട്? ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നുമില്ല. അപ്പം ജനാധിപത്യം ഭംഗിയായി നിർവഹിക്കാം. ഭംഗിയായി നിർവഹിക്കും. എങ്ങനെയാണോ? കുഴപ്പമില്ല. കുഴപ്പമില്ല. വോട്ട് ചെയ്തോ? വോട്ട് നാളെ ചെയ്യും. നാളെ ചെയ്യില്ല, അത് ഇന്ന് ചെയ്താൽ SKN ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി സാധാരണഗതിയിൽ ഒരു വലിയ ഉത്തരവാദിത്വമാണ്. കാരണം ജനാധിപത്യ പ്രക്രിയ അതിൻ്റെ അർത്ഥത്തിൽ പൂർണ്ണമായി നിർവഹിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് എത്തുന്നവർ അവരും ഇതിനുവേണ്ടി മാനസികമായി തയ്യാറെടുക്കും. എങ്ങനെ, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വന്നതല്ലേ? എങ്ങനെയാണ്, വോട്ട് ചെയ്ത് കഴിഞ്ഞോ? അതോ ഇല്ല, വോട്ട് ചെയ്തില്ല. നാളെ ചെയ്യുന്നുള്ളൂ. ഈ ഡ്യൂട്ടിക്ക് ഒരു ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. SKN ഇതാ ചെറുതായിട്ട് ടെൻഷനുള്ള ഒരാളെ കണ്ടു. ആദ്യമായിട്ടാണോ ഡ്യൂട്ടി? അല്ല, ആദ്യമായിട്ടല്ല ഡ്യൂട്ടി, എങ്കിലും ടെൻഷനുണ്ട്. ഇത് തന്നെയാണ് ഈ വോട്ടിംഗ് വിതരണം 8 മണിക്ക്, വോട്ടിംഗ് ഉപകരണങ്ങളുടെ വിതരണം 8 മണിക്ക് ആരംഭിക്കും. ആരംഭിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ട്. ഓരോ ഉപകരണങ്ങളുടെ പ്രവർത്തനം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ പരിശീലനം നൽകിയതാണ്. അത് കഴിഞ്ഞ് സുഗമമായ തെരഞ്ഞെടുപ്പ്, ഓരോ വോട്ടർക്കും കൃത്യമായി വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കലാണ്. അത് കഴിഞ്ഞാലുള്ള ജനാധിപത്യ പ്രക്രിയ. ഏതായാലും നാളെ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിൻ്റെ സാങ്കേതികമായ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ ഓരോരുത്തരും ഒരുങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. SKN. താങ്ക് യു ദീപക് ധർമ്മടം.